നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയുടെ സൈനിക ശക്തി കണ്ട് ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടിയതായി റിപ്പോർട്ട്. ഏതായാലും ഇന്ത്യയുടെ കൊമ്പുകോർത്തോടെ പാക് സൈന്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ഇതോടെയാണ് ആണവായുധം നവീകരിച്ച് തരുമോ എന്ന് കെഞ്ചിക്കൊണ്ട് ചൈനയുടെ അടുത്തെത്തിയിരിക്കുന്നത്. എവിടെ അഭയം പ്രാപിച്ചിട്ടും കാര്യമില്ല. ഇന്ത്യയോട് മുട്ടാനാണ് ഇനി പാക്കിന്റെ ശ്രമമെങ്കിൽ അത് പാക്കിന്റെ ശനിദശയാണെന്ന് പറയാതിരിക്കാനാകില്ല. അതുകൊണ്ടാണ് ചൈനയുടെ പിന്തുണ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ഭീതിയോടെ കാണുന്നത്. ചൈനയെ അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ പാക്കിന് തിരിഞ്ഞു നോക്കാനില്ല. തകർന്ന് തരിപ്പണമാകും അത്ര തന്നെ. അതിർത്തിയിലെ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ പാകിസ്ഥാൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരും വർഷങ്ങളിൽ ആണവായുധ ശേഖരം നവീകരിക്കുന്നത് തുടരുമെന്നാണ് പുറത്തുള്ള റിപ്പോർട്ട്. സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യയ്ക്കുള്ള മേൽക്കോയ്മ നേരിടാൻ യുദ്ധമുഖത്ത് പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷയുടെ കാര്യത്തിലും ഊന്നൽ നൽകാനാണ് തീരുമാനമുണ്ട്. എന്തൊക്കെ സംഭരിച്ചാലും അതൊക്കെ ഇന്ത്യ ഞൊടിയിടയിൽ ചാരമാക്കും. കൂട്ട നശീകരണത്തിന് സാധിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ചരക്കുകളും സാങ്കേതിക വിദ്യകളും സംഭരിക്കുന്നു. ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, തുർക്കി, UAE എന്നീ രാജ്യങ്ങൾ വഴി ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിലെത്തുന്നു. വർഷാവർഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലും അസ്വാരസ്യങ്ങളുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോളതലത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, ആയുധ വിൽപ്പന, പ്രാദേശിക പങ്കാളികളുമായുള്ള രഹസ്യാന്വേഷണ പങ്കിടൽ എന്നിവ ഈ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന 2 സംഘർഷ കേന്ദ്രങ്ങളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതായി 2020 മുതൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതും വ്യക്തമുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ കൈകളിൽ നിന്നും വലിയ തിരിച്ചടി നേരിട്ട ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. ശക്തമായ ഒരു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നതിന് കുറയ്ക്കുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും ഇന്ത്യ സ്വയം സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ആശ്രയിക്കുന്നു. ആണവ വാഹശേഷിയുള്ള അഗ്നി മിസൈലുകളുടെ പരീക്ഷണങ്ങളും 2ാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നുമെല്ലാം പാകിസ്ഥാൻ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്.